ഓൺലൈൻ വിപണന കേന്ദ്രങ്ങളുടെ ഗോഡൌണുകളിൽ റെയ്ഡ്. ഫ്ലിപ്കാർട്ട്, ബിഗ് ബാസ്ക്കറ്റ്, ബ്ലിങ്കിറ്റ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധന. നെയ്യ്, ശർക്കര, പായസം, മിക്സ്, വെളിച്ചെണ്ണ തുടങ്ങിയ അവശ്യവസ്തുക്കളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. വിവരങ്ങളുമായി അനിരു അശോകൻ ചേരുകയാണ്. അനിരു, ഇതിപ്പോൾ ഓൺലൈൻ വ്യാപാര സ്ഥാപനങ്ങളുടെ ഗോഡൌണുകളിലാണ് പരിശോധന. ഇതെന്തെങ്കിലും പരാതിയുടെ പുറമെയുള്ള പരിശോധനയാണോ അതോ ഓണക്കാലത്ത് സ്വാഭാവിക നടപടിയായി കാണണോ? തീർച്ചയായിട്ടും ഇത് ജനങ്ങളിൽ നിന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ 3 കേന്ദ്രങ്ങളിൽ, അതായത് ഫ്ലിപ്കാർട്ട്, ബിഗ് ബാസ്ക്കറ്റ്, ബ്ലിങ്കിറ്റ് പോലുള്ള ഓൺലൈൻ ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ ഒരു പരിശോധന നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പരിശോധന നടത്തിയിരുന്നു. ഇന്നും പരിശോധന തുടരുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെ 80ഓളം കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ ഓണവിപണിയിൽ സാധനങ്ങൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് പൊതുജനങ്ങളിൽ നിന്ന് പരാതി ഉയർന്നത്. പല പരാതികളിലും ഉണ്ടായിരുന്നത് ഈ പറയുന്ന നെയ്യ്, ശർക്കര, അതുപോലെ തന്നെ ചിപ്സ്, മറ്റ് ഉൽപ്പന്നങ്ങളിലൊക്കെ തന്നെ ഇവർ ഓൺലൈനായി വീടുകളിൽ എത്തിക്കുന്ന സാധനങ്ങളിൽ മായമുണ്ട്, പലതിനും ഗുണനിലവാരമില്ല എന്നുള്ള പരാതികളാണ് ലഭിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ 3 സ്ഥാപനങ്ങളുടെയും ഗോഡൗണുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടന്നത്. ഈ പല ഭക്ഷ്യവസ്തുക്കളും, അതായത് നെയ്യ്, ശർക്കര, അതുപോലെ തന്നെ പായസത്തിന് ഉപയോഗിക്കുന്നതും സദ്യവട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കളൊക്കെ തന്നെ ഇത്തരത്തിൽ പിടികൂടി ലാബുകളിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഈ ലാബിൻ്റെ അടക്കമുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരിക്കും, ആ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പറയുന്ന കേന്ദ്രങ്ങൾക്കെതിരെ എന്തെങ്കിലും പാകപ്പിഴയുണ്ടെങ്കിൽ നടപടിയെടുക്കുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിന് പുറമെ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചും കാറ്ററിംഗ് സെൻ്ററുകൾ കേന്ദ്രീകരിച്ചും ബേക്കറികൾ കേന്ദ്രീകരിച്ചും ഒരു പരിശോധന നടത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഒരു പ്രത്യേക സ്ക്വാഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പരിശോധന സംസ്ഥാനത്തുടനീളം നടക്കുന്നത്. ശരി, എന്തായാലും വിവിധയിടങ്ങളിൽ നിന്നും ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന എന്നാണ്.